ഹലോ ഹലോ, ഇത് മുഹമ്മദ് നിസാമിന്റെ വീടല്ലേ? അതെ. ഇത് അമല ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകള് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കുറച്ചു മുമ്പ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേരണം. എന്റെ മോൾക്ക് എന്ത് പറ്റി? എത്രയും പെട്ടെന്ന് താങ്കൾ ഇവിടെ എത്തിച്ചേരാൻ നോക്കുക. ശരി. ഹലോ, സോറി, ലേറ്റ് ആയി പോയി. ഇവിടെ നീ ബൈക്കിനാ വന്നേ, ഞാൻ ബസ്സിന്. എന്നിട്ടും നീ ലേറ്റ്. ഗ്രേറ്റ്. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ബൈക്കിന് വരാൻ. ഞാൻ ബൈക്കിന് വരില്ല എന്നുള്ളത് എനിക്ക് അറിയില്ലേ. എന്റെ ഉപ്പച്ചിക്ക് അത് ഇഷ്ടമല്ല. മോള് ശരിയായി തോന്നുന്നത് എന്തും ഞാൻ കേൾക്കും. എന്തിനു വിളിച്ച്? ജോന, എന്റെ കല്യാണം വീണ്ടും ഉറപ്പിക്കാൻ പോവാ. അതിപ്പോ ഒരു കാര്യമൊന്നുമല്ലോ. നിനക്കൊന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? പഠിക്കാനാണ് നിനക്ക് കല്യാണം കഴിഞ്ഞ് പിടിച്ചൂടെ? ഞാനിപ്പോ എന്താ പറയാ? കല്യാണം കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ ഒരു പരിധി വരെ നടക്കൂ. അതൊക്കെ ഒരു ഡയലോഗാ. നിനക്ക് നിന്റെ ഉപ്പന്റെ അടുത്ത് പറഞ്ഞോടെ? ഇത്ര തവണ ഞാൻ പറഞ്ഞത്. ഇവിടെ വീട്ടുകാർക്കല്ലേ ഇതിന്റെ പ്രശ്നം? പിന്നെ ആർക്കാ പ്രശ്നം? നാട്ടുകാർക്ക്. നാട്ടുകാർ പറയണ കാര്യം കേൾക്കും. അയ്യോ, നമ്മളൊക്കെ ജീവിക്കണതേ നമ്മുടെ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് തോന്നും, അങ്ങനെയാടാ. അങ്ങനെ നമ്മുടെ സമൂഹം. എൻ്റെ വീട്ടുകാർക്ക് അതൊന്നും കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. എടീ, നാട്ടുകാരാരാന്നറിയോ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇത്രയും മുട്ടി നിൽക്കുന്ന നാട്ടുകാർ? എടോ, നാട്ടിലും വീട്ടിലുള്ള ആണുങ്ങളല്ല, സ്ത്രീകളാണോ? അതാണ് എനിക്ക് ഇത്രയും വിഷമം. എടോ, അവർക്ക് പഠിക്കാൻ പറ്റില്ല, അവർ പഠിച്ചില്ല, അപ്പോൾ മറ്റൊരു സ്ത്രീനെ കിട്ടണ്ട. അങ്ങനെയാടോ അവിടെ ചിന്ത. ഇതൊക്കെ ആലോചിക്കുമ്പോഴാ എടോ, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പ്രശ്നത്തിന് കാരണം അവർ തന്നെയാ. അവരായിട്ട് തലവെച്ച് കൊടുക്കും. എന്നിട്ടോ അവസാനം പറയലെന്താ? ആണുങ്ങളുടെ പ്രശ്നം, ആൺഭരണം, മെയിൽ ഷോവനിസം. എന്തൊരു കഷ്ട. എടാ, ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല, അവരുടെ താല്പര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ മാറാൻ തന്നെ വേണം. ശരിയാ, പറഞ്ഞൊക്കെ ശരിയാ. നമുക്ക് പേരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ പറയൂ, നമ്മുടെ അവരുടെ ഇടയിലൊരു ഗ്യാപ്പ് വന്നുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. അതൊരു വൃത്തിയിട്ടൊരു സാധനമാണ്. അവർ ജനിച്ചു ചെയ്യുന്ന കാലഘട്ടവും നമ്മൾ ജനിച്ചു ചെയ്യുന്ന കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ്, ആൻഡ്രോയിഡ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഗൂഗിൾ, ഇങ്ങനെ എല്ലാം കൂടി ഒറ്റയടിക്കാൻ കയറി വന്നു. പിന്നെ നമ്മൾ കുറേയൊക്കെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ പേരൻസിന് എന്തൊക്കെയോ ഒരുമിച്ച് വന്നപ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. നമുക്ക് അവർ ജീവിച്ച രീതിയിൽ ജീവിക്കാനും പറ്റുന്നില്ല, അവർക്ക് നമ്മുടെ രീതികൾ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന ഈ ജനറേഷൻ, അവരും നമ്മുടെ ജനറേഷനും ഇത്ര ഗ്യാപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്ര പ്രശ്നങ്ങളുണ്ടാവില്ല. എടാ, ആ ഫോണൊന്ന് തരുമോ? ചേട്ടാ, ഈ ചൊറിക്കും ഇളക്കത്തിലുള്ള മരുന്ന് കിടന്നുണ്ടെങ്കിലും കിട്ടുമോ? അല്ല പിന്നെ കുറെ നേരായി അത് പൊളിച്ചുട്ടാ. അല്ല, നിങ്ങൾ ആണുങ്ങൾ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ തിളക്കം. നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. നീ ഒന്ന് പറഞ്ഞെന്നാല്.
എടി ഈ ആണ് പെണ്ണ് അതിലല്ല കാര്യം. കുറേയൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെയാ, നമ്മളെ കൾച്ചറിൻ്റെയാ, നമ്മളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള രീതിയുടെയാ. പണ്ടൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ അയ്യോ ദേ ഗേൾസാണ്, അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പാടില്ല, അവരുടെ അടുത്തൊന്നും പോയില്ല. അതേപോലെ ദേ ബോയ്സാണ്, അവരുടെ അടുത്ത് ഗ്യാപ്പൊക്കെ നിന്നോളോ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വളർന്ന് 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 വരും. പിന്നെ നമ്മുടെ പാരൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായത്തുമ്പോൾ, അതായത് ഈ 10-12 ക്ലാസ്സൊക്കെ എത്തുമ്പോൾ, ആ ഒരു പ്രായം അറിയാലോ, ആരെന്ത് പറഞ്ഞാൽ കേൾക്കൂല. ഇനി ഇത് കാരണം എന്താ ഉണ്ടാവുമെന്നറിയും. അതായത് ഈ ഒരിക്കലും കാണാത്ത കുറേ ബോയ്സിനും ഗേൾസിനൊക്കെ അടുത്ത് കാണുമ്പോൾ ഒരു ഇത്, അതൊക്കെ തന്നെയാണ് ഈ ഇളക്കാവും. ഇതൊക്കെ മാറുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിന് നമ്മുടെ രീതികൾ മാറണം, നമ്മുടെ സമൂഹം മാറണം. ഈ കൾച്ചറിൽ കുറേ യുക്തിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റണം. അല്ല, നമ്മൾ ഈ കൾച്ചർ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കൾച്ചറിൽ എന്തഭിമാനിക്കാൻ ഉണ്ടായിട്ടാ? ഈ അടുത്ത് അശുദ്ധ എന്ന് പറഞ്ഞ 12 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിനെ പീരിയഡ്സിന്റെ പേരിൽ വീടിനപ്പുറത്തുള്ള ഒരു രാത്രി ഒരു ഷെഡിൽ ഒറ്റയ്ക്ക് പൂട്ടി. അന്ന് രാത്രി അവിടെ ചുഴലിക്കാറ്റടിക്കുകയാണ്. ആ കൊച്ചിന്റെ അവസ്ഥ ഒന്നല്ല. ആ ഒരു ഷെഡില് ആ കൊച്ചൊറ്റയ്ക്ക് ആ രാത്രി മൊത്തം ആ കുട്ടി മരിക്കുകയാണ്. ഇതാണോ നമ്മുടെ വിശ്വാസം? ഇതൊക്കെയാണ് നമ്മുടെ കൾച്ചർ? ഇതിലൊക്കെ എന്താ അഭിമാനിക്കാനുള്ളത്? ഈ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നോമാണ്, നമ്മുടെ സമൂഹത്തിനൊക്കെ നന്നായി കൊണ്ടുനടത്താനുള്ള ഒരു സിസ്റ്റം. അതത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഏത് നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ആലോചിക്കണം. കാലം മാറി, ബോധം വെച്ച് തുടങ്ങി. ഈ അർത്ഥമില്ലാണ്ടുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ എടുത്ത് മാറ്റേണ്ട സമയമായി. മാറാനുള്ള സാധനങ്ങൾ മാറന്നെ വേണം. ഈ ആലും പെണ്ണെന്നുള്ളൊരു വ്യത്യാസം എന്നെടുത്ത് മാറ്റണോ അന്ന് അവിടെ നാടെന്നോ? ശരിയാടാ, ഇതൊക്കെ ശരിയാ. പക്ഷെ മാറും, മാറ്റം വരും. നമ്മുടെ ജനറേഷനിൽ ഇതിനെ തുടക്കാട്ടെ അല്ലേ? വാടാ, നമുക്ക് ഇവിടുന്ന് പോവാം. നോക്കി, 4 പേരും കൂടി ഒരു പട്ടിനെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ഇവന്മാരൊക്കെ മനുഷ്യന്മാരല്ലേ? ഇപ്പൊ ഒരു പട്ടി ആയതുകൊണ്ട് കുറ്റം യഥാർത്ഥ പ്രതികൾക്ക് തന്നെ. ഇതിപ്പോ ഒരു പെണ്ണാണെങ്കിലോ സമൂഹം കുറ്റപ്പെടുത്ത അവളായിരിക്കും, അവളെ മാത്രം. അവളെന്തിനാ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി? അവളെന്തിനാ അത്ര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു? ഇതെന്താണ് എങ്ങനെ? ശരിയാ, പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്നൊക്കെ നമുക്ക് മാറ്റിക്കൂടെ? അവന്മാരെന്തായാലും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നമ്മുടെ ഡ്രസ്സിങ്ങും അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചൂടെ? ഈ ഹിജാബ് ഇട്ടിട്ട് വരെ എൻ്റെ അടുക്ക് വേണ്ടാത്ത രീതിയിൽ പെരുമാറിയതിൻ്റെ കഥ ഒന്നല്ല, ഒരുപാടാണ് ജോന. അതുകൊണ്ട് നീ അത് പറയരുത്. ഒരു സ്ത്രീ ഇടുന്ന വസ്ത്രമോ അവൾ പെരുമാറുന്ന രീതിയോ അവൾ പറയുന്ന വാക്കുകളല്ല പ്രശ്നം. നീ നേരത്തെ പറഞ്ഞില്ലേ, ആ സിസ്റ്റം തന്നെയാ. ആൺ പെൺ എന്നുള്ള വേർതിരിവ്, ആ ഗ്യാപ്പ്, ആ വളർത്തിക്കൊണ്ടുവരുന്ന രീതി, ആ ഫോസ്റ്റ് ഗ്യാപ്പിൽ കൂടെ വരുന്ന ആ ഫ്രസ്ട്രേഷൻ. പക്ഷെ ഇതൊക്കെ മാറൂടാ. ശരിയാ, എല്ലാം മാറും.
മേടിച്ചിരുന്നല്ലോ. വാങ്ങി. ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. പ്രശ്നം ഞങ്ങളാണോ ഉണ്ടാക്കുന്നത്? നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്? മോളെ വാ. മോളെ ഈ പെണ്ണുങ്ങളൊക്കെ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നത്? അതും ഈ കല്യാണം പ്രായം കഴിഞ്ഞതിനൊക്കെ. ഒരു പ്രായം കഴിഞ്ഞ ഇതിനെയൊക്കെ കെട്ടിച്ചു വിടണം. അല്ലാണ്ട് കണ്ടില്ലേ ഇപ്പോ ഇനിയിപ്പോ ഇവനെ നല്ല ചെക്കനെ കിട്ടുമോ? തറവാട്ടി പിറന്ന ഏതെങ്കിലും ചെക്കനെ കിട്ടുമോ?
വെറും ആത്മഹത്യല്ലത്, കൊലപാതകം. സ്വപ്നങ്ങളുടെ ചിറകുകൾ അറുത്തുമാറ്റി പ്രതികരണത്തിന്റെ രക്തം ഊറ്റിയെടുത്ത് വിമർശനത്തിന്റെ വാളായി കീറി മുറിച്ച് നിഷ്കർഷണം നടത്തിയ ഒരു ക്രൂര കൊലപാതകം. അവൾക്കെല്ലാം ഉണ്ടായിരുന്നു, കുടുംബം, സുഹൃത്തുക്കൾ, എല്ലാം. എന്നിട്ടും കറുത്ത വസ്ത്രത്തിനുള്ളിൽ അവൾ അവളെ തന്നെ മറച്ചു വെച്ചെങ്കിലും കഴുകൻ കണ്ണുകൾ അവളെ കുത്തിവലിച്ചു. തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് സ്വന്തം ജീവിതം ഉത്തരമായി നൽകിയ ഒരു പെൺമനസ്സിന്റെ യാത്ര കൂടിയാണിത്. ഉണങ്ങാത്ത മുറിവുമായി അവരുടെ ജീവിതം ഇനിയും ബാക്കി. നഷ്ടപ്പെട്ടപ്പോൾ അതവർക്ക് മാത്രം.